എന്താ സംഭവം അറിയോ? എന്താ സംഭവം? ഇന്നലെ സ്കൂളില്ല, ഇന്ന് സ്കൂളില്ല, പെട്ടെന്ന് സ്കൂളില്ലാത്തണ്ട് അറിഞ്ഞപ്പോ സ്കൂളിൽ ലീവ് കൊടുത്തപ്പോ ഇന്നലെ മഴയില്ല, നല്ല കാലാവസ്ഥ. ഇന്ന് അമ്രിക്കുട്ടി മോർണിംഗില് അമ്രിക്കുട്ടിനെ ഈ മഴയത്ത് ഈ തണുപ്പത്ത് നമ്മൾ എന്ത് ചെയ്ത് ഉണർത്തി ഐശ്വനോട് വന്നാണ്ട് ഇക്ക നിങ്ങൾ എന്താ ഇതിനെ വിളിക്കാഞ്ഞത് എന്നൊക്കെ ചോദിച്ചാണ്ട് അമ്രിക്കുട്ടിനെ നീട്ടി അമ്രിക്കുട്ടി ഇതാ കുളിച്ച് സ്കൂളിലേക്ക് പോവാൻ ഇങ്ങനെ റെഡി ആയിരിക്കേനി. പക്ഷെ സാധാരണ ഞങ്ങൾ എന്ത് ചെയ്യലുണ്ട്, രാവിലെ തന്നെ അല്ലേ ഷോ, രാവിലെ ചിലപ്പോൾ അധികം വാട്സപ്പ് ഒക്കെ ഒന്ന് തുറന്നു നോക്കലുണ്ട്. ഇന്നാണെങ്കിൽ വാട്സപ്പ് തുറന്നു നോക്കിയിട്ടില്ല. നോക്കിയോ? മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അമ്രിക്കുട്ടിനെ ഇപ്പൊ കാണിച്ചു തരാട്ടോ. കണ്ടോ, ആള് കുറച്ച് ഹാപ്പിയും ആണ്. എന്താ സംഭവം അറിയോ? എന്താ സംഭവം? എന്താണെന്ന് ഹാപ്പിയാ കാരണം എന്താ? ആളെ ഇന്ന് സ്കൂളില്ല, പെട്ടെന്ന് സ്കൂളില്ലാത്ത അറിഞ്ഞപ്പോ ഇന്നലെ സ്കൂളില്ല, ഇന്ന് സ്കൂളില്ല, പെട്ടെന്ന് സ്കൂളില്ലാത്തണ്ട് അറിഞ്ഞപ്പോ ഒരു സന്തോഷം. പക്ഷെ സ്കൂളിൽ പോകാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മൺഡേ പോയാ മതി അല്ലേ? ഈ മൺഡേ പോയാൽ മതി അല്ലേ? അല്ലേ? ഇന്ന് ഉഷാറായി നല്ല കുട്ടി പോകേണ്ടത് ഇനിയല്ലേ? അല്ലേ? അമ്മിക്കുട്ടി ഇന്ന് നല്ല കുട്ടിയായിട്ട് പോകും, ഇന്ന് സ്കൂൾക്ക് വേറെ കരച്ചിലൊന്നും ഇല്ലാതെ നല്ല ഗുഡ് ഗേൾ ആയിട്ട് പോകും എന്നൊക്കെ പറഞ്ഞു. നല്ല കുട്ടിയായി, ഇതാ ഫ്രഷ് ആയി, യൂണിഫോം ഒക്കെ ഇട്ട് നല്ല കുട്ടിയായി. ഇനി മുടി ചീകാൻ നിക്കേനി ചായ ഒക്കെ കുടിച്ചിട്ട്. ആയോണ്ട് പോവാൻ നിക്കേനി, ഗുഡ് ഗേൾ ആയോണ്ട് അല്ലേ? സംഭവം സ്കൂളില്ലാത്ത ഇന്നത്തെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്നലെ മഴയായിട്ട് ലീവായി അല്ലേ? ഇന്നലെ വേറെ രസം ഉണ്ടായല്ലോ, പാലത്തിങ്കൽ അമ്മ വിളിച്ചപ്പോ എന്താ പറഞ്ഞു അമ്മനോട്? ചോദിച്ചില്ല എന്നോട് ഇന്ന് സ്കൂൾക്ക് പോണ്ടേന്ന്. അപ്പൊ ഇനി എന്താ പാലത്തിനകത്ത് വേണ്ടേ? ഇന്നും തോനെ മഴ ഉണ്ടാവില്ല ചേച്ചി, ആ സ്കൂൾക്ക് പോണില്ലേ? നല്ല മഴ ഉണ്ടാവില്ലേന്ന്. സംഭവത്തിൽ ഇന്നലത്തെ മഴ ഇന്നാണല്ലോ ഈശോ. ഇന്നലെ സ്കൂളിൽ ലീവ് കൊടുത്തപ്പോ ഇന്നലെ മഴയില്ല, നല്ല കാലാവസ്ഥ. അപ്പൊ ഇന്ന് ഇവരെ സ്കൂളത്തെ ഒരു ബസ് ഡ്രൈവർ മരിച്ചിട്ടാണ് സ്കൂളിൽ ഇല്ലാത്തത്. ബസ് നമ്പർ 10 ബസ് ഡ്രൈവർ. അതെ അതെ അതെ, അതൊരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. അപ്പൊ നമ്മള് വാട്സപ്പ് തുറന്നപ്പോഴാണ് ആ വാർത്ത അറിയണത്. ഓക്കെ, അപ്പം നമ്മുടെ കുട്ടി ഇനി മൺഡേ വന്നാ മതിയായിരുന്നു സ്കൂൾക്ക്. ഇനി ഇവിടെ നിന്ന് അമർന്ന് നിൽക്കുവോ? നല്ല കുട്ടിയായി നിൽക്കുവോ? അതവിടെ വികൃതി കാട്ടുവോ? ഉറപ്പാ? ഗുഡ് ഗേൾ ആയിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുവോ? ഉമ്മച്ചി പറഞ്ഞൊക്കെ കേൾക്കുവോ? ഉറപ്പാ? പ്രോമിസ്? പ്രോമിസ് മാത്രമേ ഉണ്ടാവുള്ളൂ? പിന്നെന്താ ഉണ്ടാവുക? എന്താ ഉണ്ടാവുക പറയ്. ഉമ്മല്ല, ഉമ്മ ഇനി വേണം. എങ്ങനെ നിൽക്കുക പറയൂ. സ്കൂളിൽ ലീവ് ആക്കിയാണ് പത്തിരി റെഡി ആക്കാണ് ഗൈസ്. അല്ല, സ്കൂളിൽ ലീവ് ആക്കിയല്ലേ, സ്കൂളിൽ ലീവ് ആയപ്പോ അല്ലേ? ഓക്കെ, രാവിലെ തന്നെ കടന്നിറങ്ങേണ്ട ആളാ. അപ്പൊ കുക്കിങ്ങിന് അറിയുന്നതാ. പിന്നെ നല്ല കുട്ടിയായി, പിന്നെ നല്ല കുട്ടിയായി, നല്ല കുട്ടിയായി ഫുഡും കഴിക്കും. നല്ല കുട്ടിയായി വികൃതി കാട്ടും. അല്ല ഇപ്പൊ ഇതിടെ പറഞ്ഞേ ഐശു. കുട്ടിക്കുറുമ്പിയാണത്, കുട്ടിക്കുറുമ്പി ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാണ്. നിങ്ങൾ അയ്മക്കുട്ടിന്റെ സ്കൂളിൽ ജാത്തുള്ള കുട്ടിക്കുറുമ്പ് കാണിച്ചാലും വേണ്ടി വീഡിയോ എടുത്താണ് കേട്ടോ. ബൈ 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 ഐശു. ഞാൻ കടയിൽ പോവാ. അവിടെ അമ്പിക്കുട്ടി സ്കൂളിൽ ചേർന്നാണ്ട് പത്തിരി ഉണ്ടാക്കുക. എനിക്ക് കടയിൽ പോകണം തോന്നി. പോവാൻ തീരെ മുടിയാ. അമ്പിക്കൊക്കെ ക്ലാസ് ഇല്ല, അവളൊക്കെ മാരിയാണ് സുഖം ഇങ്ങനെ. ആ ലൈഫൊക്കെ തിരിച്ചു വരുവാ അല്ലേ? പ്രായമാകുമ്പോ വരുമോ ആവുന്നേ, ഇതെല്ലാം ഉറപ്പനല്ലേ. പ്രായമാകുമ്പം ഇപ്പത്തെ ആരും കിട്ടൂല. ഇപ്പൊ തന്നെ ആഗ്രഹിക്കണം എല്ലാവരും ആ ചെറുപ്പത്തിലെ കാലഘട്ടം തിരിച്ചു വന്നിരുന്നെങ്കിൽ. ആ LP സ്കൂളിലെ ലൈഫ്, UP സ്കൂളിലെ ലൈഫ്, ഹൈസ്കൂൾ ലൈഫ്, പിന്നെ ഹയർ സെക്കൻഡറി ലൈഫ് ഒന്നും പറയാൻ